ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ്.കെ, ബ്യൂറോ ചീഫ്, സിറാജ് ദിനപത്രം, തിരുവനന്തപുരം. അവതരണം തുളസീദാസ് പരമേശ്വരൻ. 15ാം നിയമസഭയുടെ 11ാം സമ്മേളനത്തിന്റെ 12ാം ദിനം വലിയ പ്രതിഷേധങ്ങളില്ലാതെ പിരിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് മതിയായ പണം അനുവദിക്കുന്നില്ലെന്ന് കാണിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി ലഭിച്ചെങ്കിലും വിഷയം സഭയുടെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷം പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷമാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ടി സിദ്ദിഖ് എംഎൽഎയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഓരോ വർഷം കഴിയുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കുറവ് വരികയാണെന്നും ട്രഷറിയിൽ പണമിടപാട് നിർത്തിവച്ച ശേഷമാണ് സർക്കാർ പണം അനുവദിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രാദേശിക സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും യഥാസമയത്ത് ഫണ്ട് നൽകുന്നില്ലെന്നും ഫണ്ട് പ്രഖ്യാപിച്ചാലും ട്രഷറിയിലെ നിയന്ത്രണം മൂലം ലഭ്യമാകുന്നില്ലെന്നും ടി സിദ്ദിഖ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് അധികാര വികേന്ദ്രീകരണം തകർന്നുവെന്ന് വാക്കൌട്ട് പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കഴിഞ്ഞ 6-ാം തീയതി നടന്ന വികേന്ദ്രീകൃത ആസൂത്രണ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനമാണെന്ന് മറുപടി പറഞ്ഞ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് ഈ പ്രതിസന്ധിക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങളെ പരമാവധി പരിഗണിച്ചുവെന്നും പറഞ്ഞു. കേന്ദ്ര സമീപനത്തിൽ ഇപ്പോഴും മാറ്റമില്ല. അനുവദനീയമായ വായ്പാ പരിധിയും വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അസാധാരണ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ അടക്കം കുറവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിച്ചാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി വിശദീകരണം നൽകി. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച ടി പി വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് സബ്മിഷനിലൂടെ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് സഭയിൽ കൂടുതൽ സമയമെടുത്ത് പ്രസംഗിച്ചത് ഭരണപക്ഷത്തെ പ്രതിഷേധത്തിന് ഇടയാക്കി. ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നടക്കുന്ന നീക്കം ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെയാണെന്ന് സ്ഥാപിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി തദ്ദേശമന്ത്രി എം പി രാജേഷാണ് മറുപടി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനും മന്ത്രിയുടെ മറുപടിക്കുമിടയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ബഹളം വച്ചെങ്കിലും സ്പീക്കർ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ നീക്കമെന്ന റിപ്പോർട്ടുകൾ തള്ളിയ മന്ത്രി ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാർ പരിഗണനയിൽ ഇല്ലെന്നും ഇക്കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിശദീകരിച്ചു. എന്നാൽ പ്രതികൾക്ക് വേണ്ടി സർക്കാർ ഇടപെടലുണ്ടെന്ന തരത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന സബ്മിഷനെയും മന്ത്രി എതിർത്തു. പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയതും കിളിർത്തുവന്നതുമായ വൃക്ഷങ്ങളുടെ അവകാശം കർഷകർക്ക് നൽകണം എന്നാണ് സർക്കാരിന്റെ അഭിപ്രായമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇക്കാര്യത്തിൽ ഒരു ചട്ടഭേദഗതി അനിവാര്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ചട്ടഭേദഗതി ഉടൻ കൊണ്ടുവരുമെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. അങ്കമാലി ശബരി റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി പുതിയ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചതായി റെയിൽവേയുടെ ചുമതലയുള്ള സംസ്ഥാന മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം മൂലം പദ്ധതി വൈകിയതിനാൽ ശബരി പാതയുടെ എസ്റ്റിമേറ്റ് തുക വർദ്ധിച്ചിട്ടുണ്ടെന്നും പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കെ റെയിൽ ഇന്ത്യൻ റെയിൽവേക്ക് സമർപ്പിച്ചതായും എൽദോസ് കുന്നപ്പള്ളിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി നിയമസഭയെ അറിയിച്ചു. പരിവർത്തിത ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു നിയമസഭയിൽ അറിയിച്ചു. പ്രമോദ് നാരായണൻ എംഎൽഎയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പരിവർത്തിത ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഫെബ്രുവരിയിൽ യോഗം ചേർന്നിരുന്നു. ഈ വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന ഇൻസെന്റീവ് ഗ്രാന്റ് 2024-25 സാമ്പത്തിക വർഷത്തിൽ പരിവർത്തിത ക്രൈസ്തവ ശിപാർശിത വിഭാഗ വികസന കോർപ്പറേഷന്റെ ലാഭവിഹിതത്തിൽ നിന്ന് നൽകാൻ തീരുമാനിച്ചതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ പഠനരീതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സെന്റർ ഫോർ ഇ ലേണിംഗ് ആൻഡ് ഇ കണ്ടന്റ് ഡെവലപ്മെന്റ് വികസിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ അംഗങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള മികച്ച അധ്യാപകരുടെ ലെക്ചറുകൾ ഉൾപ്പെടെ ഉള്ളടക്കമായി ഉൾപ്പെടുത്തി ഇതുവഴിയുള്ള കോഴ്സുകൾ ബിരുദ പഠനത്തിൽ നിശ്ചിത ക്രെഡിറ്റുകളായി പരിഗണിക്കും. ബിരുദാനന്തര ബിരുദ കോഴ്സുകളുടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരം വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് ഉടൻ ടെൻഡർ വിളിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. കെഎസ്ആർടിസിയിലെ കമ്പ്യൂട്ടർവൽക്കരണം 6 മാസത്തിനകം പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തത്സമയ ടിക്കറ്റിംഗ് ഉൾപ്പെടെ പൂർണ്ണമായും കറൻസി രഹിത ടിക്കറ്റ് ഇടപാടിലേക്ക് മാറും. ബസ്സുകൾ സ്റ്റാൻഡിലേക്കുള്ള വരവും പോക്കും സ്ക്രീനിൽ തെളിയും.
റെയിൽവേ മാതൃകയിൽ അനൌൺസ്മെന്റ് സംവിധാനവും ഏർപ്പെടുത്തും. എംഎൽഎമാരുടെ ഫണ്ടിൽ നിന്ന് കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് പ്രത്യേക ഉത്തരവ് സർക്കാർ ഇറക്കും. ജീവനക്കാർക്ക് ശമ്പളം ഒറ്റത്തവണയായി നൽകുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിലൂടെ ഇതിനായി ധനസമാഹരണം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ തൊഴിൽ പരിശീലനത്തിന് സംസ്ഥാനത്ത് 11 പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേന്ദ്രം നിർത്തലാക്കിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് പകരം 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗദീപം എന്ന പേരിൽ പുതിയ സ്കോളർഷിപ്പ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തി. പദ്ധതിക്കായി 2024-25 സാമ്പത്തിക വർഷം ബജറ്റിൽ വകയിരുത്തിയ 20 കോടി രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ സ്കോളർഷിപ്പ് പദ്ധതിക്കായി 66.47 കോടി രൂപ അനുവദിച്ചെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 153 ജൈവ ജീവാണു വളങ്ങൾ പരിശോധിച്ചപ്പോൾ 32 എണ്ണത്തിന് ഗുണനിലവാരം ഇല്ലെന്ന് കണ്ടെത്തിയതായി കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഈ വർഷം പരിശോധിച്ച 4276 രാസവള സാമ്പിളുകളിൽ 265 എണ്ണത്തിന് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം പാറോട്ടുകോണം, പാലക്കാട് പട്ടാമ്പി എന്നിവിടങ്ങളിലാണ് രാസവള പരിശോധനാ ലാബുകൾ ഉള്ളത്. സംസ്ഥാനത്തെ മുഴുവൻ കാർഷിക വിവരങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ച കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആന്റ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി അഥവാ കതിരിന്റെ ഭാഗമായ വെബ് പോർട്ടലും മൊബൈൽ ആപ്പും അടുത്ത മാസത്തോടെ പ്രവർത്തിച്ചു തുടങ്ങുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ നിന്ന് 1031 പേരെ ഒഴിവാക്കിയെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. 2017 നടത്തിയ മെഡിക്കൽ ക്യാമ്പിന്റെ തുടർച്ചയായി നടത്തിയ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് വിവിധ കാരണങ്ങളാൽ ഇവരെ ഒഴിവാക്കിയത്. 1905 പേർ ഉൾപ്പെട്ടിരുന്ന പ്രാഥമിക പട്ടികയിൽ നിന്ന് 874 പേർ മാത്രമാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം നടത്തിയ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ 27 വിവിധ പദ്ധതികളിലായി 5025 കോടിയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ കേരളത്തിന് ലഭിച്ചെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടത്തിയ ഉച്ചകോടിയിൽ സ്പെയിൻ, ഇറ്റലി, ബ്രിട്ടൻ, ജപ്പാൻ, സ്വീഡൻ, തുർക്കി, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തെന്നും മന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ബാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ചൂട് കൂടുന്ന ദിവസങ്ങളിൽ പാലുൽപാദനത്തിൽ 20% കുറവുണ്ടാകുന്നതായാണ് കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസസ് സർവകലാശാല നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും മന്ത്രി അറിയിച്ചു. തുടർന്ന് നടന്ന ധനവിനിയോഗ ചർച്ചയിൽ ഗതാഗതം, ഫിഷറീസ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് അതത് മന്ത്രിമാർ മറുപടി നൽകി. CH കുഞ്ഞമ്പു, ഉമ തോമസ്, ET ടൈസൺ, KPA മജീദ്, N ജയരാജ്, KK രമ, VK പ്രശാന്ത്, KJ മാക്സി, M നൌഷാദ്, TJ വിനോദ്, MS അരുൺകുമാർ, MM മണി, ആന്റണി രാജു, P അബ്ദുൽ ഹമീദ്, EK വിജയൻ, V ജോയി, M വിൻസെന്റ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. മന്ത്രിമാരായ KB ഗണേഷ് കുമാറും സജി ചെറിയാനും മറുപടി പറഞ്ഞു. ശൂന്യവേളയ്ക്കൊടുവിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായ സബ്ജക്ട് കമ്മിറ്റി 16ന്റെ 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെയുള്ള ആനുകാലിക റിപ്പോർട്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച 3ാമത് റിപ്പോർട്ടിലെ ശുപാർശകളിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഒപ്പം TP രാമകൃഷ്ണൻ അധ്യക്ഷനായ ലോക്കൽ ഫണ്ട് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ 47 മുതൽ 51 വരെയുള്ള റിപ്പോർട്ടുകളും പ്രമോദ് നാരായണൻ അധ്യക്ഷനായ അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച കമ്മിറ്റിയുടെ 13ാമത് റിപ്പോർട്ടും സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ധനവിനിയോഗ ചർച്ചയ്ക്കും മന്ത്രിമാരുടെ മറുപടിക്കും ശേഷം നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം SK, ബ്യൂറോ ചീഫ്, സിറാജ് ദിനപത്രം, തിരുവനന്തപുരം.